ഓക്കെ, മോഡൽ എക്സാമിൻ്റെ 5ാമത്തെ ചോദ്യമാണ്. എക്സ്പ്രസ് i⁻²200 ഇൻ a+ib ഫോം. അപ്പോൾ നമ്മൾ ഈ ഐയുടെ പവേഴ്സ് പഠിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. i⁻1 എന്ന് പറഞ്ഞാൽ i ആണ്, i² എന്ന് പറഞ്ഞാൽ -1 ആണ്, ഐയുടെ ക്യൂബ് എന്ന് പറഞ്ഞാൽ -i ആണ്, i⁴ എന്ന് പറഞ്ഞാൽ അത് 1 ആണ്. ഇനി ഒരു കാര്യം കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഐയുടെ പവറിൽ 4ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അതും എത്ര തന്നെയായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് i⁻200 ആണ്. ഇനി നമ്മൾ നോക്കുന്നത് ഈ 200നെ 4 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കണം. കാണുമ്പോഴേ അറിയാം 200 എന്താണ്? 4ൻ്റെ മൾട്ടിപ്പിൾ ആണ്. ഇനി ഇപ്പോൾ അത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ 200നെ 4 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 5 × 20 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 വരും. ഈ 0 മുകളിൽ എഴുതി കഴിഞ്ഞാൽ 200 ഈസ് ഡിവിസിബിൾ ബൈ 4 വെച്ച് ഡിവൈഡ് ചെയ്ത റിമൈൻഡർ അവിടെ വരുന്നില്ല. അപ്പോൾ ഈ 200 എന്തിൻ്റെ മൾട്ടിപ്പിളാണ്? 4ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ ഐയുടെ പവറിൽ 4ൻ്റെ മൾട്ടിപ്പിൾ വന്നതുകൊണ്ട് ഇതിൻ്റെ ആൻസർ 1. ഈ 1നെ നമ്മൾ എങ്ങനെ a+ib ഫോമിൽ എഴുതുക? 1 + 0i എന്ന് എഴുതിയാൽ മതി. അപ്പോൾ അവിടെ ആൻസർ അത്രേ ഉള്ളൂ, കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൺസിഡർ ദ കോംപ്ലക്സ് നമ്പർ Z1 ഈസ് ഈക്വൽ ടു 4 + 3i. എ പാർട്ട് റൈറ്റ് ദ കോംപ്ലക്സ് നമ്പർ Z2 ഈസ് ഈക്വൽ ടു i × Z1. അതായത് Z2 എഴുതുന്നത് Z1നെ i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് Z2 കണ്ടുപിടിക്കുക? i × Z1ന് പകരം എന്തെഴുതണം? 4 + 3i എന്ന് എഴുതണം. അത് ബ്രാക്കറ്റിൽ കൊടുക്കും, എന്നിട്ട് i വെച്ചിട്ട് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ i × 4 4i എന്ന് വരും, i × 3i 3i² എന്ന് വരും, ഈസ് ഈക്വൽ ടു 4i + 3 × i²ൻ്റെ വാല്യൂ -1 ആണെന്നറിയാം. അപ്പോൾ 4i + 3 × -1 ഈസ് -3. നമ്മൾ ഒരു കോംപ്ലക്സ് നമ്പർ എഴുതുമ്പോൾ i ഇല്ലാത്ത പാർട്ടാണ് ആദ്യം. i ഇല്ലാത്ത പാർട്ട് ഇവിടെ -3 ആണ് ആദ്യം. അത് കഴിഞ്ഞിട്ട് വേണം +4i എഴുതാൻ. അപ്പോൾ Z2 എന്താണ്? -3 + 4i. ഇനി ഇതിൻ്റെ കൂടെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഡ്രോ ദ കോംപ്ലക്സ് പ്ലെയിൻ ആൻഡ് മാർക്ക് Z1 ആൻഡ് Z2. അപ്പോൾ കോംപ്ലക്സ് പ്ലെയിൻ വരച്ചിട്ട് ഇത് മാർക്ക് ചെയ്യാനായിട്ട് ഈ Z1ഉം Z2ഉം മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കോംപ്ലക്സ് പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ X ആക്സിസും Y ആക്സിസും വരച്ചിട്ട് വരയ്ക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഇവിടെ Z1 എന്ന് പറയുന്നത് 4 + 3i ആണ്. ഇതിനെ കോംപ്ലക്സ് പ്ലെയിനിൽ മാർക്ക് ചെയ്യുമ്പോൾ പോയിൻ്റായിട്ട് എങ്ങനെയാണ്? X കോർഡിനേറ്റ് ആയിട്ട് 4ഉം റിയൽ പാർട്ടും Y കോർഡിനേറ്റ് ആയിട്ട് ഇമാജിനറി പാർട്ട് 3ഉം എടുക്കും. ഇനി Z2 എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു -3 + 4i ആണ്. അപ്പോൾ ഇതിനെ പോയിൻ്റ് ആക്കുമ്പോൾ റിയൽ പാർട്ട് -3, ഇമാജിനറി പാർട്ട് 4. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ X ആക്സിസ് വരയ്ക്കുക, Y ആക്സിസ് വരയ്ക്കുക, നമ്പേഴ്സ് 1 2 3 4 5 -1 -2 -3 -4 1 2 3 4 5 താഴെ -1 മാത്രം. കാര്യം താഴത്തേക്ക് ഗ്രാഫ് വരാത്തതുകൊണ്ടാണ്, നമ്പേഴ്സ് വരാത്തതുകൊണ്ടാണ്. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് 4 3 അല്ലേ? അപ്പോൾ 4ൻ്റെ മുകളിൽ 3യുടെ നേരെയുള്ള ഈ പോയിൻ്റ് 4 3, ഇതാണ് Z1. ഇനി Z2 ഏതാ? -3 4. അപ്പോൾ -3ക്ക് മുകളിൽ 4ൻ്റെ നേരെ വരുന്ന ഈ ഒരു പോയിൻ്റാണ് Z2 -3 4 എന്നുള്ളത്. ഓക്കെ, ഇത്രേ ഉള്ളൂ ആ ക്വസ്റ്റ്യൻ.